ഞാനൊരു 3 ദിവസം മുമ്പേ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് എ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്. സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ റെഫറൻസസ്, അതായത് അതിന് മുമ്പ് വന്ന ഇൻസ്റ്റാൾമെന്റ് മിന്നൽ മുരളിയാണോ അങ്ങനെ എന്തെങ്കിലും റെഫറൻസസ്, അതുപോലെ എന്തെങ്കിലും ഒരു ക്യാമിയോ ഒക്കെ പ്രതീക്ഷയാണ് ഞാൻ പടത്തിന് കയറിയത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ആസ് എ സ്റ്റാൻഡ് അലോൺ മൂവി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അതായത് വലിയ ട്വിസ്റ്റ് വാങ്ങാത്തതിലൊന്നും പറയാനില്ല. ഒരു യൂഷ്വൽ സൈക്കോ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ക്യാരക്ടർ ധ്യാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പണി അറിയാവുന്ന പണിക്കാരടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ധ്യാൻ ഒരു നല്ല ആക്ടറാണ്. ഒരു ബോംബ് സ്റ്റാർ ഓപ്പൺ ഹൈമർ എന്നൊക്കെ വിളിച്ച് ഒരുപാട് ട്രോള് വരുന്നുണ്ടെങ്കിലും ധ്യാന് പണി അറിയാന്നുള്ളത് ഈ പരിപാടിയിൽ പിന്നെയും പ്രൂവ് ചെയ്തിട്ടുണ്ട് ധ്യാൻ. റോണി ഡെവിന്റെ ക്യാരക്ടർ നൈസാണ്. സിജൂൾസന്റെ ക്യാരക്ടർ നൈസാണ്. കോട്ടയം നസീർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ BGM വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ ആ ഒരു മൂഡ് നൈസാണ് പടത്തിന്റെ. ഞാൻ ആക്ച്വലി പാലക്കാട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന CNC വി സിനിമാസിൽ കാണണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്ടഡ്ലി എനിക്ക് ആ ദിവസം ചേർത്തലയിലാവേണ്ടി വന്നു. എന്നാലും ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു. ഞാൻ കണ്ട തിയേറ്ററിന്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ സിനിമ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നി. കാരണം ഈ പടത്തിന്റെ ഒരു മേജർ ചങ്ക് നടക്കുന്നത് രാത്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അതായത് ക്യാരക്ടേഴ്സ് ഇരുട്ടിലാകുമ്പോൾ ഓഡിയൻസും ഇരുട്ടിലായിക്കോട്ടെ എന്ന് വെച്ച് ചെയ്താണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ കളർ സാച്ചുറേഷന്റെ പ്രശ്നമാണോ അതോ തിയേറ്ററിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞതിന്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററിൽ കണ്ടവരുണ്ട്, അവർക്ക് ഇഷ്യൂ ഒന്ന് പറയണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി OTT വരുമ്പോ കാണാം. രണ്ടാമത് ഇനി തിയേറ്ററിൽ പോയി കണ്ട് ഇത് ടെസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പടം തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ടോ? ഉണ്ട്. കൊച്ചുകുട്ടികളെയും കൊണ്ട് പോകണ്ട. നിറയെ വയലൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ചൊരു ഹൊറർ മൂഡിൽ പോകുന്ന സിനിമയാണ്. ഒരു ബുഗിമാൻ അല്ലെങ്കിൽ കോക്കാച്ചി അതുപോലത്തെ ഒരു ഫോക്ക് ടൈൽസിന്റെ ഇതുണ്ട്. ജഗദീഷിന്റെ ക്യാമിയോ നൈസായിരുന്നു. അത്രേ പറയാനുള്ളൂ.